നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സൂപ്പർ സ്റ്റാറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. മൈ ഡിയർ ജഡ്ജസ്, വരണോ? പിന്നെന്തിനാ വിളിച്ചല്ല, വരരുതെന്ന് പറഞ്ഞതാ. ആണോ? വരരുതെന്ന് ഇങ്ങനെയാണോ പറയുന്നത്? ഞങ്ങളിപ്പോ അങ്ങനെ, ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മളൊരു ചാലഞ്ച് റൗണ്ടിലേക്കാണ് പോകാൻ പോകുന്നത്. ഓക്കെ, യു മീൻ ശ്രുതി റൗണ്ട്? യാ. ഓക്കെ. പാടാൻ വരുന്നു ഫാൻ പാർവണ. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം പാർവണ. പാർവണ, എങ്ങനെ ഉണ്ടായടാ ചലഞ്ചിങ് റൗണ്ട്? കുഴപ്പമില്ല അല്ലേ? എന്നാലും കുറച്ച് ടഫ് ആയിരുന്ന ആണ്. ഓക്കെ, നമുക്ക് ചോദിച്ചു നോക്കാം. ശരത് സർ. മക്കളെ, നന്നായിട്ട് പാടിയതാ. താങ്ക് യു സർ. എന്താ പറയണ്ട, ഒരു കൂളായിട്ടുള്ള പാട്ട് നമ്മുടെ അടുത്തുകൊണ്ട് വന്ന് പാടി. ഈ ഫിലിമൊക്കെ കണ്ടിട്ടുണ്ടോ കുഞ്ഞ്? ഈ പാട്ടെങ്കിലും കണ്ടിട്ടുണ്ടോ? ആ, പാട്ട് കണ്ടു. അത് കാണുമ്പോ ഇതാണ് എൻ്റെ വിഷ്വൽ. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഇമോട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അത് നന്നായിട്ട് പിക്ചറൈസ് ചെയ്തിട്ടുള്ള പാട്ടാണെങ്കിൽ അത് ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയുന്നു കേട്ടോ. ചിലതൊക്കെ നല്ല പാട്ടുകൾ നശിപ്പിച്ച് വെച്ചിട്ടുണ്ട്, അതും പറഞ്ഞേക്കാം. അത് ഞാൻ പറയും, അത് ഉള്ള സത്യമാണ്. ഞാനിത് സാക്ഷാൽ ഇളയരാജ സാറിൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ചെയ്ത പാട്ട്, ഒരു നല്ലൊരു പാട്ട് വൃത്തികേടായിട്ട് വഷളാക്കി ഷൂട്ട് ചെയ്ത കാര്യം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു വിഷമമില്ല. ഇതെല്ലാം നീ അങ്ങ് റിയാലിറ്റി ഷോയിലെ സൊല്റിയാ എന്ന് ചോദിച്ചു സാർ. ഞാൻ പറഞ്ഞു, ഞാൻ സൊല്ലും സാർ. അപ്പം മകളെ, നന്നായിട്ട് പാടി മക്കളെ. എപ്പോഴും ഞാൻ പറയാത്തില്ല, തുടക്കം നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് കൃത്യമായിട്ട് അങ്ങോട്ട് പാടുക. മോളെ, ഈ സമയത്തൊക്കെ നിങ്ങൾ എന്താ പറയണ്ടത്, തീപ്പന്തമാണ് തീപ്പന്തം. അപ്പം അതിൽ ഒരു പെശക് വരരുത്. നീ പാടി നല്ലല്ല പാട്ട് അന്നാ അങ്ങ് തുടങ്ങുകയല്ലേ അല്ലേ? വളരെ കൂളായിട്ട് അങ്ങോട്ട് പാടണം. അതിൽ തെറ്റരുത് കേട്ടോ. അത് ഞാൻ പറഞ്ഞ കാര്യം, ഈ പ്രായത്തിൽ തെറ്റരുത്. അത് വളരെ കൃത്യതയോടെ പാടാൻ കഴിയും. നല്ല പാട്ടുകാരിയാ മോള്, ഉഗ്രം പാട്ടുകാരി. നീ എന്താ പറയുക, ഞങ്ങളെയൊക്കെ ഇംപ്രസ് ചെയ്ത് എത്രയോ പെർഫോമൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ. കുറച്ച് വികൃതി ഉണ്ട്, കുറച്ച് കള്ളത്തരമുണ്ട്, അതൊക്കെ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു. നിന്നെ നീയായിട്ട് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു മോളെ കേട്ടോ. എന്നിട്ട് ഞങ്ങൾ അത്രയും സ്നേഹിക്കുന്നു കേട്ടോ. അത് മനസ്സിലാക്കുക. അപ്പോൾ ആ കളരി വിളക്ക്. പിന്നെ അതുപോലെ എനിക്കുള്ള ഡൗട്ട്, വീരനാരോ ഒന്ന് പാടണം, പിന്നെ ആ ലാസ്റ്റ് ബൃഹായ് ഒന്ന് പാടണം. ആ രണ്ടെണ്ണം എനിക്കൊന്ന് പാടണം. ചരണത്തിൻ്റെ എൻ്റെ മോളെ. മാനത്തു നിങ്ങാനും വന്നതാണോ അത് കുറച്ചും കൂടെ ക്ലാരിറ്റി പറ. ആ, അത് ക്ലാരിറ്റി വരട്ടെ മോളെ കേട്ടോ. അതൊരു കുറച്ചും കൂടെ ക്രിസ്പ് ആവാം അത് കേട്ടോ. അതുപോലെ ലാസ്റ്റ് അതാണോ ഇത്? അപ്പൊ വീരനാരോ? വീരൻ വരട്ടെ. അതിനാ ക്ലാരിറ്റി ഉണ്ടായാൽ മതി കേട്ടോ. മറ്റേ എല്ലാം നല്ലതായിരുന്നു. എന്തൊരു ശബ്ദം, എന്തൊരു ഒരു ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ ഫീമെയിൽ സൊപ്രാനോ വോയിസ്, അത് തന്നെയാണ് ശരിക്കും. വാട്ട് എ റേഞ്ച് യു ഹാവ്. നല്ല റേഞ്ചും ക്ലാരിറ്റിയും. ഈവൻ കുറച്ച് ശരത്ത് പറഞ്ഞ ചില സാധനങ്ങൾ അത് ലൈവായിട്ട് പാടുമ്പോൾ സംഭവിക്കുന്നതാണ്. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. വളരെ ശാന്തമായിട്ട്, വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പാടി. ആൻഡ് യു ഹാവ് എ ഗ്രേറ്റ് വോയിസ്. താങ്ക് യു സർ. അമേസിങ്. ലവ്ഡ് ഇറ്റ്. താങ്ക് യു സർ. താങ്ക് യു ശ്രീനി സർ. ഷാനിക്ക. പാർവണ, നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സർ. അഗൈൻ ഒരു വെർസറ്റാലിറ്റി കാണിച്ചുകൊണ്ട് മറ്റൊരു കഴിഞ്ഞ തവണ ഏതായിരുന്നു ഒരു പാട്ട്? അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു സാധനം. എന്തൊരു പാട്ട്, എന്തൊരു സിനിമ, ഒരു ഉഗ്രൻ സിനിമ, ഒന്നും പറയാനില്ലാത്തൊരു സിനിമ. പ്രത്യേകിച്ച് ഷാനിന് ഈ ഫിലിമുമായിട്ടൊരു കണക്റ്റും ഉണ്ട്, അതെനിക്കറിയാം. ഞാൻ പിന്നെ പറഞ്ഞുതരാം.
ഞാൻ പറയാം. റിയലി? Yeah. ഷാനിക്ക അറിഞ്ഞിട്ടില്ല. I didn't know. But I know. You proceed. Okay. ഇത് പാട്ടിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ശരത്തേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കാം, അത്രേ ഉള്ളൂ. എനിവേസ് യു ഹാവ് എ വെരി ബ്യൂട്ടിഫുൾ വോയിസ് മോളെ. ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടെ കേട്ടോ. താങ്ക് യു ഓൾ സർ. ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ചോദിക്കാം. ഓക്കെ. ശരത് സർ, യെസ് സാർ. മാർക്ക് പ്ലീസ്. ഓ, ആജ്ഞാപിക്കുന്നു. മാർക്ക് പ്ലീസ്. സ്നേഹത്തോടെ ശരത് സർ മാർക്ക് തരുമോ? തരാ മക്കളെ. ആ 8.5 മാർക്ക്. താങ്ക് യു സർ. ഷാനിക്ക മാർക്ക് തരുമോ? 8.5. താങ്ക് യു സർ. Such a sweetheart മോളെ. ഓക്കെ, ടോട്ടൽ 17 മാർക്സ്. ഓക്കേടാ. സൂപ്പർ സ്റ്റാർ വിന്നേഴ്സ് ആവാൻ പോകുന്ന നമ്മുടെ കുട്ടികൾക്ക് കിട്ടാൻ പോകുന്ന സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? 1ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ജിടെക് എഡ്യൂക്കേഷൻ നൽകുന്ന ക്യാഷ് പ്രൈസ്. 2ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ നൽകുന്ന ക്യാഷ് പ്രൈസ്. 3ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ക്യൂബിക്സ് ഫുഡ് വെയർ നൽകുന്ന ക്യാഷ് പ്രൈസ്. 4ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ചോസൻ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ആൻഡ് 5ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു സൂപ്പർനോവ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ഷാനിക്ക, അടുത്തതൊരു ഫാമിലി റൗണ്ടിലേക്ക് പോയാലോ? അടിപൊളിയായിരിക്കും. എന്താ സ്റ്റക്കായി പോയെ? ഇതെന്താണ്ട് പറയുമെന്ന് വിചാരിച്ചു. ആക്ഷന്റെ ഷാനിക്ക എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചു. അല്ല, അതിനല്ല, എന്താണ് അവിടുന്ന് ഇപ്പൊ പൊട്ടിത്തെറിക്കുമെന്ന് വിചാരിച്ചു. ഇപ്പൊ ഞാൻ അതിന് ഒരു കൗണ്ടർ എന്തെങ്കിലും പറയാൻ ഇപ്പൊ ഇവിടെ ഒന്നും പറഞ്ഞില്ല. കൊള്ളാം, നമുക്ക് തുടങ്ങിയാലോ. ചമ്മി പോയല്ലേ? ഓക്കെ, എന്നാ വിളിക്കാം. ദേവുട്ടിയും ഫാമിലിയാണ് വരാൻ പോകുന്നത്. എന്താണ് അവരുടെ പ്രകടനം നമുക്ക് കാണാം. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം ദേവിക ആൻഡ് റൗണ്ടിൽ ദേവിക ആൻഡ് ഫാമിലിയുടെ ഒരു പെർഫോമൻസ് ആണ് നമ്മളിപ്പോ കണ്ടത്. ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു. തീർച്ചയായിട്ടും ഒരു ഡൗട്ടും ഇല്ല. എസ്പെഷ്യലി അച്ഛൻ ഞെട്ടിച്ചു കളഞ്ഞ. അച്ഛൻ കട്ടിലേടിന്ന് വന്ന സീനൊക്കെ കണ്ടായിരുന്നു. അച്ഛൻ പാമ്പ് പോലെയൊക്കെ വന്നു. അമ്മയ്ക്ക് എന്തൊരു നാണായിരുന്നു. കാലുകൊണ്ട് കളം വരയ്ക്കുന്നു, എന്തൊക്കെയായിരുന്നു. ദേവു, പരിചയപ്പെടുത്ത ആരൊക്കെയാണെന്ന്. നിങ്ങൾ അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചു കേട്ടോ, രണ്ടുപേരും അടിപൊളിയായിട്ട് കളിച്ചു. അച്ഛൻ, ഓക്കെ. ഇത് അമ്മ, ആ ഇത് എന്റെ അമ്മയുടെ അനിയത്തിയുടെ മോൻ, ഓക്കെ. ദക്ഷിത്ത് പേര്. ഇത് ഹലോ, ഏത് ക്ലാസ്സിലാ പഠിക്കണേ? 2ാം ക്ലാസ്സിൽ. ഓക്കെ, എന്ത് ചെയ്യായിരുന്നു അവിടെ? ഇങ്ങനെ ചുമ്മാ ചിരിച്ചോണ്ടിരിക്കണ്ടായിരുന്നല്ലോ. ഇവിടെ എന്തായിരുന്നു പരിപാടി? എന്ത് ഫംഗ്ഷൻ ആയിരുന്നു ഇത്? ഒന്നുമില്ലേ? ഓക്കെ, ഇനി അടുത്ത ആള്. ഇത് അച്ഛന്റെ ചേട്ടന്റെ മോളാണ്, ഓക്കെ. ശ്രുതി ചേച്ചി. ഓക്കെ, ഇത് എന്റെ അനിയൻ, സ്വന്തം അനിയൻ. സ്വന്തം അനിയൻ. ഇത് അച്ഛന്റെ ചേട്ടന്റെ മോള് തന്നെയാണ്, ഓക്കെ. കാർത്തിക. കാർത്തിക, ഓക്കെ. സ്വന്തം അനിയന് പേരില്ലേ? ധീരവ്. ഹായ് ധീരവ്. എങ്ങനെയാ ദേവു? എങ്ങനെയാ വീട്ടില്? ചേച്ചി പാവാണോ കുറുമ്പിയാണോ? തല്ലുപിടിക്കാറുണ്ടോ രണ്ടുപേരും? അങ്ങനെയൊന്നുമില്ല, ഞാനാ ചേച്ചിയുടെ ആദ്യം വഴക്കുണ്ടാക്കുന്നത്. ആണല്ലേ? ഇവളുണ്ടാക്കുന്ന ഡിഷ് ഏതായിരുന്നു ഷാനിക്ക? മറ്റേ ഇത് മെഴുക്ക് പുരട്ടി, പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി. പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി തരാറുണ്ടോ? ആ ഉണ്ട്. കേക്ക് ഉണ്ടാക്കൂന്നൊക്കെ പറഞ്ഞ് സത്യമാണോ അതൊക്കെ? ആ സത്യവാ. ആണല്ലേ? ചേച്ചി ഉണ്ടാക്കി തന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാന്ന കേക്ക്? അത് കഴിച്ചു നോക്കിട്ട് വേണം. ചോക്ലേറ്റ് കേക്ക്. ഓ, അപ്പൊ ഇതൊക്കെ സത്യമാണ് ഷാനിക്ക. ഗുഡ്. എന്നാലും ദേവു, അച്ഛന്റെ അമ്മയുടെയും കല്യാണം വീണ്ടും കാണാൻ പറ്റി. എന്ത് തോന്നുന്നു മോൾക്ക്? അച്ഛന്റെ പരാക്രമവും കാണാൻ പറ്റി. അവസാനം അച്ഛന്റെ തനി സ്വഭാവം. അച്ഛന്റെ കളവ് ഒഴിച്ച് ബാക്കിയെല്ലാം ഇഷ്ടപ്പെട്ടു. എല്ലാം ഇഷ്ടപ്പെട്ടു. ഓക്കെ, അമ്മ പറ. ഞാനെന്തു പറയാ? വേറെ എങ്ങനെയുണ്ട്? അല്ല, ഞാൻ ശരിക്കും ചേട്ടൻ ഇത്രയും പെർഫോം ചെയ്യുന്ന പ്രതീക്ഷിച്ചില്ല. ചേട്ടന്റെ ശരിക്കുള്ള തനിസ്വഭാവം ഇപ്പൊ ഞാൻ കണ്ടു. ചേട്ടൻ എങ്ങനെയാ ശരിക്കും? ചേട്ടൻ ഭയങ്കര ഷൈ ആണ്, അങ്ങനെ ഇങ്ങനെ ഒന്നും ചെയ്യുന്ന ആളല്ല. പക്ഷെ മോക്ക് വേണ്ടിയിട്ടാണ് എന്തോ തട്ടേ കയറിയപ്പോ മട്ട് മാറി പറഞ്ഞില്ല, ചേട്ടനെ മാറിപ്പോയി. അച്ഛന്റെ തട്ടേ കയറി മട്ട് മാറി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെ വേണം. അതെ, മോൾക്ക് വേണ്ടി അത് ചെയ്തല്ലോ. മോക്ക് വേണ്ടിട്ട് അത് ചെയ്തു. അവക്ക് വേണ്ടിയല്ലേ ചെയ്യണ്ടേ? അതെ, വെരി ഗുഡ്, വെരി ഗുഡ്. അടിപൊളി. എന്നാൽ എങ്ങനെയുണ്ടായി അച്ഛാ എക്സ്പീരിയൻസ്? കുഴപ്പമില്ല. കുഴപ്പമില്ലായിരുന്നു. നിങ്ങളുടെ കല്യാണ ദിവസം എങ്ങനെയായിരുന്നു? ശരിക്കുള്ളതാണോ? ആ, ശരിക്കുള്ള കല്യാണ ദിവസം ഈ മനുഷ്യൻ എന്നെ കണ്ട മിണ്ടുവോ പോലും ഇല്ലായിരുന്നു. ശരി. ഓ, ഷൈ ആണല്ലോ. ആ, ഷൈ ആണല്ലോ. നാണോ. സാധാരണ കല്യാണം കഴിയുമ്പോ എല്ലാരും പകല് കുറച്ചു നേരം പെണ്ണിന്റെ കൂടെ ഇരിക്കാന്ന് വെക്കും. ഇത് അങ്ങോട്ട് ഇത് കൂട്ടുകാരുടെ കൂടെ എവിടെയെങ്കിലും പോകും. ഒരു വൈകുന്നേരം ആയി കഴിയുമ്പോഴത്തേക്കാ നാണം കാരണം മുറിയുടെ വാക്ക് പോലും വന്ന് നിൽക്കുകയല്ലായിരുന്നു. ഭയങ്കര ഷൈയാണ് ആ മനുഷ്യനെ. ഇപ്പൊ ഇന്ന് ഇത്രയും കാണിച്ചു, അതാ എനിക്കൊരു
അപ്പൊ കല്യാണത്തിന് മുന്നേ നിങ്ങൾ സംസാരിച്ചിട്ടൊന്നുമില്ല? ഇല്ലില്ല. ആണോ? അത് വല്ലാത്ത കഷ്ടം. ഇപ്പൊ അമ്മയ്ക്കെന്താണോ ഈ മനുഷ്യൻ മുറിയുടെ പുറത്തു നിൽക്കുക. അമ്മ നാണിച്ച് നിൽക്കുകയാണ് ആ അമ്മയ്ക്ക് ഒരു അമ്മ നിവർത്തിയില്ല. ക്യാരക്ടർ വിട്ടിട്ടില്ല. അതെന്താ അച്ഛാ സംസാരിക്കാനേ? മോശമായിപ്പോ. അങ്ങനെയായിരുന്നു, നാണമായിരുന്നു. ആണോ? അല്ല എന്തിനാ നാണിക്കുന്നത്? അതിന് എന്തെങ്കിലും ഒരു കാരണം? ഭാര്യ എടുത്ത് അല്ല, ആദ്യമായിട്ട് കല്യാണം കഴിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും റിഹേഴ്സൽ എടുത്തിട്ടാണോ കല്യാണം കഴിക്കുന്നത്? നമ്മളെല്ലാം ഒരു നമുക്കത് അടുത്തതിൽ ശരിയാക്കാൻ പറ്റാം. ഇപ്പൊ വോട്ട് ഇങ്ങനെ ഇത് കല്യാണത്തിന്റെ റിഹേഴ്സൽ അതല്ല, ഞങ്ങള് വീട്ടിൽ ആണുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മക്കള്. ആ പെൺമക്കളില്ല, പെങ്ങളമാരില്ല. അപ്പൊ ആ ഒരു ഗ്യാപ്പ് ഉണ്ട്. പെണ്ണുങ്ങളുമായിട്ട് വലിയ മിങ്കിൾ ചെയ്യല. ആ അത് അന്ന് ഇപ്പൊ അല്ല കേട്ടോ. പെണ്ണുങ്ങളുമായിട്ടേ മിങ്കിൾ ചെയ്യൂ അല്ലേ? അച്ഛൻ എന്തൊക്കെയായാലും നിങ്ങളുടെ എന്താ പറയുക പെർഫോമൻസ് ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതെ, എല്ലാം അടിപൊളി. കൊണ്ട് താങ്ക് യു, താങ്ക് യു. അച്ഛനെ ആദ്യം ഓടുന്നോട്ടപ്പോ ഞാൻ വരച്ച് കൊച്ചുങ്ങൾ അമ്മ എടുത്തോ അമ്മ എന്ന് പറഞ്ഞോണം. ഈ ഭാര്യയായിട്ട് ഓട്ടിച്ചിട്ട് എത്ര കഷ്ടപ്പാട്. ഞാൻ ആലോചിച്ചു കല്യാണത്തിന് ശേഷം എന്ത് ദുരിതമാന്ന്. ക്ലൈമാക്സ് അതെ, പൊളിച്ച്. ബ്യൂട്ടിഫുൾ ആയിരുന്നു. സൂപ്പർ. അത് നമ്മൾ ആരും പ്രതീക്ഷിച്ചു. ഞങ്ങളൊക്കെ പേടിച്ച് സത്യത്തിൽ പേടിച്ചിരുന്ന സത്യം പേടിച്ച അണ്ണാച്ചി അണ്ണാ നോക്കണ്ട അച്ഛൻ ഏതർത്ഥത്തിലാണ് നോക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞൂടാ. പക്ഷേ അവസരം എടുത്തോണ്ട് ഓടിയത് ഒരു 1.5 പരിപാടിയായി പോയി. അല്ല പല സ്ഥലത്തും ഇത് നടക്കുന്നുണ്ട് കേട്ടോ. കല്യാണം കഴിച്ചിട്ടേ വലിയ നല്ല പിള്ളേന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് സ്വർണ്ണം അടിച്ചോണ്ട് എത്രയോ പേരുടെ പോയിട്ടുണ്ട്. നമുക്ക് അറിയാവുന്ന കുറച്ചേ ഉള്ളൂ. പക്ഷെ അറിയാതെ ഇതേ സിമിലർ ഇൻസിഡൻസ് നടത്തിയിട്ടുള്ള കുറേ സ്ഥലമുണ്ട്. അപ്പൊ സ്ത്രീകളൊക്കെ ഒന്ന് സൂക്ഷിക്കുക. കല്യാണം കഴിച്ചാൽ തന്നെ പൊന്നൊക്കെ എടുത്ത് എവിടെങ്കിലും കൊണ്ട് കാട്ടിലെങ്ങാനും വെച്ചിട്ട് കേട്ടാ? വരിക. നിങ്ങളോട് എല്ലാരും കൂടെ പറഞ്ഞേക്കുന്നത്. ഇവരൊക്കെ നന്നായിരുന്നു കേട്ടോ. കാർത്തികയും എന്താണ് പിന്നെ ശ്രുതി എല്ലാവരും ഈ കുഞ്ഞുങ്ങൾ പീറികളും ഒക്കെ നന്നായിരുന്നു. അതിന്റെ മൊത്തത്തിൽ നല്ല രസമുണ്ടായിരുന്നു. അടിപൊളി. ബാക്കിയും കൂടി പറഞ്ഞു പാട്ടിനെ കുറിച്ച്. അതെ, എന്നാ പാട്ടിനെ കുറിച്ചുകൂടെ പറയൂ. പാട്ട് കേട്ടതേ ഇല്ല. ഇവരുടെ പരാക്രമം കാരണം. മക്കളെ ആ പാട്ട് ഓക്കെ മോളെ. എനിക്ക് ഈ പല്ലവിയുടെ അവസാനത്തെ ഒരു ലൈൻ ആദ്യം ആരും ഗുണം വന്നില്ല. പിന്നെ ലാസ്റ്റ് പല്ലവിയുടെ എൻഡ് അത് മൊത്തം കൈ വിട്ടു പോയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, അത് നമുക്ക് അങ്ങ് ക്ഷമിക്കാം അല്ലേ? ഈ അച്ഛനും അമ്മയ്ക്കും വേണ്ടി, അച്ഛൻ്റെ കള്ളത്തരത്തിന് വേണ്ടി നമുക്കത് ക്ഷമിക്കാം കേട്ടോ. ബാക്കിയൊക്കെ ഒരു രസമായിരുന്നു. ഈ മോക്ക് ഇത് ആരാ ഈ പാട്ട് സെലക്ട് ചെയ്ത് തന്നെ? ഇത് അമ്മയും ഞാനും കൂടെ സെലക്ട് ചെയ്ത്. അച്ഛൻ എവിടെ ആയിരുന്നു? അച്ഛൻ ജോലിക്ക് പോയി. പാട്ടില്ല. അച്ഛൻ അങ്ങനെ പാട്ടിന്റെ പരിപാടിക്ക് വരാറില്ല. അച്ഛൻ പാട്ടിന് പോയി അല്ലേ? അല്ല, അച്ഛൻ ജോലിക്ക് പോയിക്കായിരുന്നു. അത് തന്നെ. അത് ആയിക്കോട്ടെ. അത് നിങ്ങളുടെ അമ്മയും മോളും കൂടെ സെലക്ട് ചെയ്തതാണ്. അപ്പൊ ഇത് ആരാണ് ഇതിന്റെ സംഗീത സംവിധായകൻ, ലിറിസിസ്റ്റ് ആരാണെന്നൊക്കെ പറഞ്ഞ് കേൾക്കട്ടെ. ആരാ പാടി? ലിറിക്സിസ്റ്റ് ഗിരീഷ് പുത്തഞ്ചേരി സാർ. ഓക്കെ. മ്യൂസിക് മോഹൻ സിത്താര സാർ. ഓക്കെ. പിന്നെ പാടിയത് ചിത്രാമ്മ. ഗുഡ്. അപ്പൊ മൊത്തത്തില് നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും അതിനിങ്ങനെ സപ്പോർട്ട് ചെയ്ത് അവരൊക്കെ വല്ലാണ്ട് എൻജോയ് ചെയ്യായിരുന്നു. അപ്പൊ എന്തെങ്കിലും ഫാമിലി എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലും കുറേ സന്തോഷം. നിങ്ങൾ അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ട് ജീവിക്കുക. ഇനി നാണിക്കരുത് കേട്ടോ. നാണമൊക്കെ നിർത്തി. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് മക്കളെ. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ശ്രീനി സാർ, ദേവികയുടെ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്ന് തോന്നുന്നു. ഐ ഹോപ്പ് അല്ലേ? അന്ന് സാർ വന്നപ്പോ പാടാൻ പറ്റില്ല? അതാണ് ആദ്യമായിട്ട്. നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ. താങ്ക് യു സാർ. ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഈ പാട്ടിൽ അങ്ങനെ പോവും. പിന്നെ ഈ പാട്ട് ശ്രദ്ധിച്ചേ ഇല്ല ശരിക്കും പറഞ്ഞ. ഈ എന്തൊക്കെയായിരുന്നു നടക്കുന്നത് ഇവിടെ. പിന്നെ അവസാനം ക്ലൈമാക്സ് കലക്കി കിട്ടുക്കാച്ചി. ഇത് ആ കുട്ടികളുടെ കൈയൊക്കെ അടിച്ച് പൊട്ടിച്ചെന്ന് തോന്നുന്നു. ഡിസ്ലൊക്കേറ്റ് ആയോ അങ്ങനെയൊക്കെ ഇദ്ദേഹം കൈയൊക്കെ ക്ലൈമാക്സ് കൊറിയോഗ്രാഫർ ഷാഹുലിന്റെ കഴിവാണ്. ഷാഹുലാണ് ഇത്ര നല്ല ഇത് പറഞ്ഞു തന്നത്. പെട്ടെന്ന് പറഞ്ഞു. നല്ല ഗുഡ് തിങ്. നൈസ് ട്വിസ്റ്റ്. നല്ല സ്റ്റോറിയായി അവസാനം. കലക്കി. ബ്യൂട്ടിഫുൾ. എന്താണ് കോപ്പറേഷൻ അല്ല പാരൻസിന്റെ? സമ്മതിക്കണം. സ്നേഹം തന്നെയാണ് അത് അതിന്റെ റീസൺ. യു ലവ് ഹർ സോ മച്ച്. അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ചെയ്യില്ല. സോ ബിക്കോസ് യു ലവ് യുവർ ഡോട്ടർ സോ മച്ച് ആൻഡ് ദാറ്റ്സ് സോ നൈസ് ടു സീ. സന്തോഷം. താങ്ക് യു ശ്രീനി സാർ. ഷാനിക. ദേവൂട്ടി എന്തോ നന്നായിരുന്നു മോളെ. താങ്ക് യു സാർ. പക്ഷെ ഇവര് പറഞ്ഞ പോലെയാണ്, നമുക്ക് പാട്ടിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റണില്ല. ഇത്രയും ആക്ടിവിറ്റീസ് ഇങ്ങനെ ചുറ്റും നടക്കുമ്പോൾ ഒന്ന് ദേവുവിനെ നോക്കുമ്പോഴേക്കും ഇവരിങ്ങോട്ട് ഓടുന്നുണ്ടാവും. അപ്പൊ നമ്മൾ അങ്ങോട്ട് നോക്കും. പിന്നെ ഒന്ന് ദേവുവിനെ നോക്കും, ഇവരിങ്ങോട്ട് ഓടുന്നുണ്ടാവും. പിന്നെ അടുത്തോട്ടോ ദേവനെ അച്ഛൻ കട്ടിലിന്റെ കീഴിൽ അച്ഛൻ എഴഞ്ഞൊക്കെ വരുന്നു. പക്ഷെ ഗംഭീരായിരുന്നു ആ ഹോൾ ആക്ട്. പിന്നെ നിങ്ങൾ 2 കസിൻസിന്റെ ഡാൻസ് ഒക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. എല്ലാം അടിപൊളിയായിരുന്നു. താങ്ക്സ്.
പക്ഷെ എന്നെ ശരിക്കും ഞെട്ടിച്ചത് അച്ഛൻ ഓഫ് കോഴ്സ്, പക്ഷെ അമ്മ കാരണം അമ്മ എപ്പോഴും മോൾ അവിടുന്ന് പാടുമ്പോ ഒന്നെങ്കിൽ കൃഷ്ണന്റെ ഫോട്ടോ വെച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു അമ്മ എന്തോ അമ്മ കലക്കി. അമ്മ ഇതിനു മുമ്പ് സ്റ്റേജ് കേറിയിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ്. രണ്ടുപേരും ആദ്യമായിട്ടാ. അങ്ങനെ പറയില്ല കേട്ടോ, ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആക്ടേഴ്സ് പോലെയായിരുന്നു നിങ്ങൾ രണ്ടുപേരും. എന്തായാലും ഇത് 100ാമത്തെ സ്റ്റേജാന്നേ തോന്നുന്നു. അതെ, ചെയ്തേക്കുന്നത് നിങ്ങൾ. അസാധ്യം. അടിപൊളിയായിരുന്നു. മോളെ പാട്ട് കുറെ ഭാഗങ്ങളിലൊക്കെ ശ്രുതി ഇങ്ങനെ ചേരായ പോലെ തോന്നി. പിന്നെ അവസാനത്തെ പട്ട് കീറിപ്പോയി. എന്നാലും കുഴപ്പമില്ലായിരുന്നു. ഹോൾ ആക്ട് വാസ് വെരി എന്റർടൈനിങ് കേട്ടോ. ഓക്കെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക്ക. ദേവു മാത്സ് ചോദിക്കാം. ഓക്കെ ഷാനിക്ക. ദേവുട്ടി എന്തോ 7.5. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക്ക. ശരത് സർ. മോക്ക് 8 മാർക്ക് തരും. താങ്ക് യു സാർ. താങ്ക് യു ശരത് സർ. സോ ടോട്ടൽ 15.5 മാർക്സ്. ഓക്കെ ദേവു, ഷാനിക്ക, എപ്പിസോഡിന്റെ അവസാനം നമുക്കൊരു ഫോക്ക് സോങ്ങിൽ അങ്ങ് നിർത്താം. അതല്ല എപ്പോഴും നല്ലത്. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു അടിപൊളി ഫോക്ക് സോങ് ആയിട്ട് വരുന്നു നമ്മളുടെ സ്വന്തം ബദ്രി. സോ ലെറ്റ്സ് വെൽക്കം ബദ്രി. ചന്ദനപ്പൊട്ടിന്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ. ചന്ദനപ്പൊട്ടിന്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ. നിന്നെയുറക്കാനായി പെണ്ണെ ചന്ദനക്കട്ടിലുണ്ട്, നിന്നെ കിടത്തി താരാട്ടുപാടി മെല്ലെയുറക്കാനായി. ചന്ദനപ്പൊട്ടിന്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ. നിന്നെയുറക്കാനായി പെണ്ണെ ചന്ദനക്കട്ടിലുണ്ട്, നിന്നെ കിടത്തി താരാട്ടുപാടി മെല്ലെയുറക്കാനായി. ചന്ദനപ്പൊട്ടിന്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ. ആശയ്ക്കൊരാശയ്ക്കായി പെണ്ണെ കാണണമെന്നുണ്ട്, രണ്ടു മനസ്സാണ് പുന്നാരമോളെ എന്റെ ഇണക്കിളിയേ. ചന്ദനപ്പൊട്ടിന്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ. ആശയ്ക്കൊരാശയ്ക്കായി പെണ്ണെ കാണണമെന്നുണ്ട്, രണ്ടു മനസ്സാണ് പുന്നാരമോളെ എന്റെ ഇണക്കിളിയേ. ചന്ദനപ്പൊട്ടിന്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ. കുട്ടനാടൻ പാടത്ത് പെണ്ണെ കറ്റമെതിക്കാനായി നിന്നെയും കൂട്ടി പോകാന പെണ്ണെ എന്റെ ഇണക്കിളിയേ. ചന്ദനപ്പൊട്ടിന്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ. കുട്ടനാടൻ പാടത്ത് പെണ്ണെ കറ്റമെതിക്കാനായി നിന്നെയും കൂട്ടി പോകാന പെണ്ണെ എന്റെ ഇണക്കിളിയേ. ചന്ദനപ്പൊട്ടിന്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ. പഞ്ചമിചന്ദ്രന്റെ പെണ്ണെ തുഞ്ചത്ത് നിന്നാലും എല്ലാം മറക്കല്ലേ പുന്നാരമോളെ എന്റെ ഇണക്കിളിയേ. ചന്ദനപ്പൊട്ടിന്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ. പഞ്ചമിചന്ദ്രന്റെ പെണ്ണെ തുഞ്ചത്ത് നിന്നാലും എല്ലാം മറക്കല്ലേ പുന്നാരമോളെ എന്റെ ഇണക്കിളിയേ. ചന്ദനപ്പൊട്ടിന്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ. ആടണമെന്നുണ്ട് പെണ്ണെ പാടണമെന്നുണ്ട്, രണ്ടു മനസ്സാണ് പുന്നാരമോളെ എന്റെ ഇണക്കിളിയേ. ചന്ദനപ്പൊട്ടിന്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ
പാടണമെന്നുണ്ട് പെണ്ണെ പാടണമെന്നുണ്ട് രണ്ടു മനസ്സാണ് പുന്നാരമോളെ എൻ്റെ ഇണക്കിളിയേ ചന്ദനപ്പൊട്ടിന്റെ പെണ്ണേ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണേ ചന്ദനപ്പൂമയിലേ ആശയ്ക്കൊരാശയ്ക്കായി പെണ്ണെ കാണണമെന്നുണ്ട് രണ്ടു മനസ്സാണ് പുന്നാരമോളെ എൻ്റെ ഇണക്കിളിയേ ചന്ദനപ്പൊട്ടിന്റെ പെണ്ണേ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണേ ചന്ദനപ്പൂമയിലേ ചന്ദനപ്പൊട്ടിൻ്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ ചന്ദനപ്പൊട്ടിന്റെ പെണ്ണേ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണേ ചന്ദനപ്പൂമയിലേ ചന്ദനപ്പൊട്ടിൻ്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ ചന്ദനപ്പൊട്ടിൻ്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്ദത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ ബദ്രി, ഓ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഫോക്ക് സോങ്, അടിപൊളിയായിരുന്നു. പിന്നെ എന്നെ നോക്കി പാടാൻ തോന്നിയല്ലോ നിനക്ക്. അത് ഈ പാട്ട് എടുത്തപ്പോ തന്നെ ചേച്ചിയുടെ ശ്ശോ. കേട്ടോ അത് ഒന്നോട് പറഞ്ഞു. ആ ഒരു പാട്ട് എടുത്തപ്പോ തന്നെ ചേച്ചിയെ ഒരു മനസ്സിൽ വെച്ചിട്ടാണ് പാടി പഠിച്ചത്. കേട്ടോ? ആ കേട്ടു. ശരിക്കും മോനെ അതിന്റെ കാരണം അത് കാരണം പാട്ടിനോട് യോജിച്ച തരത്തിലുള്ള ഒരു അതാ. മോൻ അത് ചേച്ചി ചന്ദനപ്പൊട്ടായിട്ട് തോന്നിയോ, വട്ടം കുറഞ്ഞതായിട്ട് തോന്നിയോ, അതോ വട്ടാണെന്ന് തോന്നിയോ? അങ്ങനെയൊന്നും തോന്നിയില്ല. പാവല്ലേ? പാവയോ? പാവമാണല്ലോ ചേച്ചി. എടാ പാവമല്ലടാ അവള്. അവള് ഞങ്ങളുടെ ചങ്ക, ഞങ്ങളുടെ ജീവനാ. അത് ഞങ്ങനെ പറയരുത്. കഴിഞ്ഞ താങ്ക് യു സാർ. അല്ല പെട്ടെന്ന് കഴിച്ചോ അത് അല്ലെങ്കിൽ ഓക്കെ, എന്തായാലും അടിപൊളിയായിരുന്നു, സൂപ്പർ. താങ്ക് യു. ഇനി നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു. ഓക്കെ, ശ്രീനി സാർ. ഓ വാ ബദ്രി അല്ലേ? ബദ്രി എന്തൊരു സിംഗറാ. കഴിഞ്ഞ തവണ യുവർ ദ ബെസ്റ്റ് സിംഗർ ഓഫ് ദി എപ്പിസോഡ് ഓർ ദ വീക്ക് അല്ലേ? ആ പാട്ട് പാടിയ ആളല്ലേ? ഗോൾഡൻ മൈക്ക് ഗോൾഡൻ സാർ വന്നപ്പോഴായിരുന്നു. ചന്ദനമണി സാർ. ആ പാട്ട് പാടിയ ആളല്ലേ? അതെ. ഓ അതെങ്ങനെയാ പാടിയത് അത്. ആ പാട്ട് പാടുന്ന ആൾക്ക് ഈ പാട്ട് എന്താണ് ഒന്നുമില്ല. ഇങ്ങനെ ഹാപ്പിയായിട്ട് ഉറക്കത്തിൽ പാടാൻ പറ്റുന്ന പാട്ടാണ് ഈ പാട്ട്. നന്നായി പാടി ബദ്രി, ഉഗ്രനായിട്ട് പാടി. താങ്ക് യു സാർ. യു ആർ എ ടോപ്പ് ക്ലാസ് സിംഗർ. യു സാങ് ഇറ്റ് ലൈക്ക് എ ബ്രീസ്. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. ദാറ്റ്സ് ഇറ്റ്. ഒന്നും പറയാനില്ല. നത്തിങ് ടു സേ. ഓക്കെ, താങ്ക് യു ശ്രീനി സാർ. താങ്ക് യു സാർ. താങ്ക് യു സാർ. ശരത് സാർ. ഹായ് മക്കളെ. ഓ സാർ എന്തോ. ഉഗ്രായിട്ട് പാടിയടാ. താങ്ക് യു സാർ. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത് നീ ഫുൾ ടൈം ചിരിച്ചോണ്ട് നിന്ന് സന്തോഷത്തോടെ അവിടെ പോയി ഫ്രണ്ട്സിൻ്റെ കൂടെ ഈ ചേച്ചിയെ വിളിച്ചോണ്ട് വന്നതൊക്കെ അതൊക്കെ നല്ലതായിരുന്നു. ഇൻട്രാക്ഷനും എനിക്കൊരു സന്തോഷം ഉണ്ടാകും. സാധാരണ പാടാൻ കയറുമ്പോൾ ഒരുമാതിരി ഒരു ഭീകര ലക്ഷണത്തിൽ അങ്ങ് നിൽക്കും. ആ അതാ സോറി പാറു. അത് എനിക്കത് ഷാൻ അത് ഓർമ്മ വന്നിട്ടുണ്ട്. അത് ആർക്കും ഓർമ്മ വരില്ല. നിങ്ങൾക്ക് മാത്രമേ ഓർമ്മ വരാത്തുള്ളൂ. അത് എന്റെ മനസ്സിൽ എവിടെയോ ഉണ്ടായിരുന്നു, പക്ഷെ അത് കൃത്യമായിട്ട് എനിക്ക് അത് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. ഇതായിരുന്നു റീസൺ. ഇതായിരുന്നു. ഓ മോനെ, ചേച്ചി ഗ്രേറ്റടാ. നിന്റെ സന്തോഷം മുഴുവൻ അവള് വെളിയിലേക്ക് ഇടും. ഗ്രേറ്റ്. അതൊന്നും അല്ല മോനെ, നീ നന്നായിട്ട് പാടി. താങ്ക് യു സാർ. ഒരു സന്തോഷമുണ്ട്. നീ പാടി ഫുൾ ടൈം ചിരിച്ചോണ്ട് നിന്ന് പാടി, അതെനിക്കിഷ്ടമായി. പിന്നെ നല്ല രസമുള്ള ഒരു പാട്ട്, അതായത് ഇങ്ങനെ റിപ്പീറ്റ് ഉണ്ടെങ്കിൽ ആ റിപ്പീറ്റ് കേൾക്കാനൊരു സുഖം ഉണ്ടായിരുന്നു. പിന്നെ കോറസ് കുഞ്ഞുങ്ങൾ കലക്കി. നിങ്ങളുടെ ഡാൻസ് വൈകിയൊക്കെ ഒരു നിവൃത്തിയില്ല. എന്ത് ഗ്രേസ് ആണ് അവൾ ഡാൻസ് ചെയ്യുന്നത് കാണാൻ. ബ്യൂട്ടിഫുൾ മോളെ കേട്ടാ. ഗുഡ് ഗുഡ് ഗുഡ്. മൊത്തത്തിൽ നല്ല സുഖമുള്ള ഒരു ഷോ ആയിരുന്നുടാ. താങ്ക് യു സാർ. ഓക്കെ, ഷാനിക. ബദ്രി ഓ സാർ. നല്ലായിരുന്നടാ. താങ്ക് യു സാർ. മാറ്റമുണ്ട് ഡെഫിനറ്റ്ലി മാറ്റമുണ്ട്. ഇപ്പം ശരത്തേട്ടൻ പറഞ്ഞ പോലെ കുറച്ചുകൂടെ സ്റ്റേജിൽ കംഫർട്ടബിൾ ആയി. മീൻസ് ചിരിച്ച് പാടാൻ തുടങ്ങി, മൂവ്മെന്റ്സ് ഒക്കെ വരാൻ തുടങ്ങി. ഇപ്പം ഇതുപോലത്തെ ആക്ട് ഉണ്ടല്ലോ, ഇപ്പം പാർവതിയുടെ അടുത്തേക്ക് പോകുന്നു, അങ്ങനെ ഫ്രണ്ടിലേക്ക് നടന്നു വരുന്നു. അപ്പം അങ്ങനെ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റിഫായിട്ട് നിന്ന് പാടുന്ന ഒരു ബദ്രിയായിരുന്നു ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന്
കണ്ടില്ല. അത് പക്ക നാടൻ പാട്ടിന്റെ ഒരു ഫ്ലേവർ ഉണ്ടായിരുന്നു ആ ഹോൾ ബോഡി ലാംഗ്വേജിൽ കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ ഡാൻസേഴ്സും കൽക്കി കോറസ് സിംഗേഴ്സ് നിങ്ങളും അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാം ഓൺ പോയിന്റ് ആയിരുന്നു. അങ്ങനെ ഒരു പറഞ്ഞ പോലെ നല്ലൊരു ഷോ നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ചതിന് നന്ദി. നമസ്കാരം. നന്ദി ബദ്രി. ഓക്കെ, അപ്പൊ നല്ല നല്ല കമന്റ്സ്. ഇനി നമുക്ക് മാർക്ക് ചോദിക്കാം. ഓക്കെ, 9 മാർക്സ്. താങ്ക് യു സാർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക 9. താങ്ക് യു സാർ. ശ്രീനി സർ. കരയ മാർക്കൊന്നും കയ്യിലില്ല. സർ പോയി കഷ്ടപ്പെട്ട് ദുരിതപ്പെട്ടൊരു പാട്ട് പാടിയിരിക്കുക പാവം. സർ ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് പാടൂ സർ. ഇല്ല, അത് ഒരു പാത്തോസാടെ അത് കേട്ടോ. ഇത് കരയാണ്. പ്യാര് ഭരേ മൈക്ക് ഓൺ. प्यार भरे दो शर्मीली नैन जिनसे मिला है तेरे दिल को चैन, कोई जाने ना क्यों मुझसे शर्माए, कैसे मुझे तड़पाए, प्यार भरे दो शर्मीली नैन. ആ ഈ ഒരു സിറ്റുവേഷൻ കേൾക്കാൻ പറ്റിയ പാട്ടാണ്. 9 marks, man. That's what I mean. Yeah. എന്താണ് പ്യാർ ഭരെ ദോ ശർമീലി നയൻ. ആ നയൻ അതുകൊണ്ടാണ് ഇങ്ങനെ പാടിയത്. വെരി ടച്ചിങ് മിസ്റ്റർ ശ്രീനിവാസ്. Yes, man. If you can, Don't ever touch me, okay? If you can crack all these stupid jokes, even I can do one. ഉറപ്പായിട്ടും അതൊരു വൃത്തികെട്ടവൻ തൂക്കി എറിയും. ഓക്കെ, താങ്ക് യു ശ്രീനി സാർ. ഇനി പാടാൻ തോന്നുമ്പോ സാർ മൈക്ക് ഓൺ ചെയ്ത് പാടും സാർ, ഞങ്ങളും കേൾക്കട്ടെ. ഓക്കെ, അപ്പൊ ബദ്രി ടോട്ടൽ 18 മാർക്സ്. കൊള്ളാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ശരി, താങ്ക് യു. Just give me maybe C sharp minor. പ്ലീസ്. जिंदगी में तो सभी प्यार किया करते हैं, जिंदगी में तो सभी प्यार किया करते हैं, मैं तो मर कर भी मेरी जान तुझे चाहूंगा, जिंदगी में तो सभी प्यार किया करते हैं, मैं तो मर कर भी मेरी जान तुझे चाहूंगा, जिंदगी में तो सभी प्यार किया करते हैं. എന്തെങ്കിലും വായിക്കേ. ഹേമന്തയാമിനി തൻ ഉൻവിളക്കു പൊലിയാറായി മകന്ദ ശാഖകളിൽ രാക്കിളികൾ മയങ്ങാറായി താമസമെന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ, താമസമെന്തേ അണയാൻ പ്രേമമയി
എന്റെ കണ്ണിൽ जिंदगी में तो सभी प्यार किया करते हैं സൂപ്പർ. Thank you so much. മജീഷ്യൻസ് മ്യൂസീഷ്യൻസ് അല്ല മജീഷ്യൻസ് അതിൽ നിന്ന് നേരെ മലയാളത്തില് സൂപ്പർ. നേരെ മലയാളത്തിലേക്ക് ഫ്ലൈറ്റ്. സാർ ടൈമായി. തമിഴിലേക്കാണ് പോകേണ്ടത് ഇപ്പോ. ഓക്കെ, അപ്പൊ സാർ എന്തായാലും ഫ്ലൈറ്റിന് ടൈമായി, സാറിന് പോണം. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പക്ഷേ പോയിട്ട് വേഗം വരണം. തീർച്ചയായിട്ടും. Why അല്ല, not? പെട്ടെന്ന് വരും, ഡെഫിനറ്റ് ഫ്ലൈറ്റ് മിസ്സാവും. അതിവേഗത്തിൽ അദ്ദേഹം തിരിച്ചെത്തും, ഞാൻ അറിയിച്ചോളൂ. അങ്ങനെയൊന്നും പറയല്ലേ, സമയമുണ്ട്, ഫ്ലൈറ്റ് കിട്ടും. ഫ്ലൈറ്റിന് ചെന്നൈ പോയിട്ട് അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് സാർ വേഗം തിരിച്ചു വരണം. Thank you, പാർവതി. താങ്ക് യു സാർ. You've been a darling. Thank you so much. താങ്ക് യു. അപ്പൊ എന്തായാലും എപ്പിസോഡ് ഇയാളൊന്ന് ഹാൻഡിൽ ചെയ്യണം എപ്പോഴും. ഷാൻ, പഠിച്ചു ഞാൻ. പ്ലീസ് ടേക്ക് കെയർ ഓഫ് ഹിം. ഡെഫിനറ്റ്ലി സർ. ഞങ്ങൾ പഠിച്ചു സാർ, ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു ഞങ്ങൾ. പഠിച്ചല്ലോ. യെസ്. അതെ, മാൻ ഹാൻഡലിംഗ് പഠിച്ചവളു. And Shidu and band, amazing. Thank you. എന്തൊരു സുഖമാണ്. Hey, my friends here, all of you are rock stars. Thank you so much. ഓക്കെ, താങ്ക് യു ശ്രീനി സാർ. ഇറങ്ങി പോടെ, പോടാ. ഫ്ലൈറ്റ് പോടെ. ഓക്കെ, ബൈ. വൃത്തികെട്ടവൻ. Bye. See you.